Hi friends, everyone magic pen inde pudhiyoru video ilekku swagatham. Ningal aadhimayana ende channel കാണുന്നതെങ്കിൽ താഴെയുള്ള subscribe button ഒന്ന് press ചെയ്യുക. അതിനോടൊപ്പമുള്ള bell icon കൂടി ഒന്ന് enable ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ Google Meet എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അവിടെ Google Meet പണ്ടത്തെ വെർഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരുന്നത് നിങ്ങളുടെ കയ്യിലുള്ള Google Meet അപ്ഡേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ പുതുതായി ഇൻസ്റ്റാൾ ചെയ്താൽ അപ്ഡേറ്റഡ് വേർഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നൊക്കെയാണ് ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരുന്നത്. Google Meetൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത ശേഷം കുറച്ച് ഫീച്ചേഴ്സ് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. അതും കൂടി ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആദ്യമായി നിങ്ങൾ Google Meet ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ അപ്ഡേറ്റഡ് വേർഷനായി തുറക്കുക. Google Meet തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും. അതായത് ഞാനിവിടെ എൻ്റെ ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ഒക്കെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യൂ മീറ്റിംഗ് എന്ന് കൊടുക്കുക. ന്യൂ മീറ്റിംഗ് എന്ന് കൊടുത്ത ശേഷം ഇവിടെ 4 ഓപ്ഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഗെറ്റ് എ മീറ്റിംഗ് ലിങ്ക് ടു ഷെയർ, അതായത് നിങ്ങളൊരു പുതിയ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ആ മീറ്റിംഗ് നിങ്ങൾക്ക് ആ ലിങ്ക് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ പാർട്ടിസിപ്പൻസിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ലിങ്കാണ്. പിന്നെ സ്റ്റാർട്ട് എ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ്, ഇതൊരു പുതിയ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഗൂഗിൾ കലണ്ടറിൻ്റെ സഹായത്തോടു കൂടി ഷെഡ്യൂൾ ചെയ്യുക. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഗെറ്റ് എ ലിങ്ക് ടു ഷെയർ എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുത്ത ശേഷം നിങ്ങൾക്കൊരു പേജ് ലഭിക്കുന്നതാണ്. അവിടെ ഹിയർ ദ ലിങ്ക് ടു എ മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു പേജ് ലഭിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് വഴി നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. ശേഷം ഞാൻ ആ മീറ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. ഞാനിവിടെ ഷെയർ ചെയ്യാണ്. നമുക്ക് വാട്സപ്പ് വഴിയോ മറ്റെന്തെങ്കിലും വഴിയോ ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസും ലഭിക്കുന്നതാണ്. ഞാൻ വാട്സപ്പ് വഴി ഷെയർ ചെയ്യുകയാണ് മറ്റുള്ളവർക്കായിട്ട്. ശേഷം നിങ്ങൾ ആ മീറ്റിങ്ങിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ ഓപ്പൺ വിത്ത് Google Meet എന്നിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം അവിടെ മീറ്റിംഗ് പേജിലേക്കായിരിക്കും നിങ്ങളുടെ പേജ് പോയിട്ടുണ്ടാവുക. അവിടെ നിന്നും നിങ്ങളുടെ ഫേസ് നിങ്ങൾക്ക് ആദ്യം കാണുവാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ താഴെയുള്ള ആദ്യത്തെ വീഡിയോ ഓപ്ഷൻ ഞാൻ മ്യൂട്ട് ചെയ്യുകയാണ്. ഇവിടെ എൻ്റെ പ്രൊഫൈലായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അടുത്തുള്ള അൺമ്യൂട്ട് ഓപ്ഷനും ഞാൻ മ്യൂട്ട് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മീറ്റിങ്ങിൽ ജോയിൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ തന്നെ ഷെയർ സ്ക്രീൻ ഉണ്ട്. അതായത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. പണ്ടത്തെ മീറ്റിങ്ങിൽ പ്രസൻറ്റ് എന്ന ഓപ്ഷൻ ആയിരിക്കും ലഭിക്കുക. എന്നാൽ ഇപ്പോഴത്തെ മീറ്റിൽ ഷെയർ സ്ക്രീൻ എന്നായിരിക്കും ലഭിക്കുക. ഞാനിവിടെ ജോയിൻ എന്ന് കൊടുക്കുകയാണ്. ജോയിൻ എന്ന് കൊടുത്ത ശേഷം നമ്മൾക്കിവിടെ ഒന്നും കൂടിയും ആ പേജ് ലഭിക്കുന്നതായിരിക്കും. അതായത് ഈ ലിങ്ക് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ ഒരു പേജും കൂടിയും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് മുമ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് അൺമ്യൂട്ട് ആക്കാൻ പോവുകയാണ്. അൺമ്യൂട്ട് ആക്കിയ ശേഷം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുവാൻ സാധിക്കുന്നതാണ്. പണ്ടത്തെ പോലെ തന്നെ ആ നടുവിലായിരുന്നു ആ ലീവ് ഓപ്ഷൻ. ഇപ്പോൾ അത് ഫസ്റ്റായി. ആ ലീവ് ഓപ്ഷൻ സാധാരണ മീറ്റിംഗിൽ നിന്നും ലീവ് ആവാനുള്ള ഓപ്ഷനാണ്. പിന്നെ ആ 3 ഡോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ലഭിക്കുമായിരിക്കും. പിന്നെ കോൾ മെസ്സേജ്, പണ്ടത് ചാറ്റ് വിത്ത് എവരിബഡി ആയിരുന്നു. ഇപ്പോൾ അതൊരു പ്രത്യേക ഒരു ഫോൾഡർ പോലെ ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ടൈപ്പ് ചെയ്താലോ? ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾ ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലഭിക്കുക. അവിടെ നിങ്ങൾക്ക് ഹായ് എന്ന് ഞാനൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് പാർട്ടിസിപ്പൻസ് ഒന്നും ഇല്ലാത്ത കാരണം അത് എനിക്ക് തന്നെ ആ മെസ്സേജ് വരികയുള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത ഓപ്ഷൻ ടേൺ ഓൺ ക്യാപ്ഷൻസ് ആണ്. അതായത് പണ്ടത്തെ പോലെ തന്നെ നമ്മൾ ക്യാപ്ഷൻസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണെങ്കിൽ, നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഈസി ആയിട്ട് എഴുതി കാണിക്കുന്നതായിരിക്കും സ്ക്രീനിൽ. ഓക്കെ, പിന്നെ റിപ്പോർട്ട് ഈ പ്രോബ്ലം അതും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. പിന്നെ ഷെയർ സ്ക്രീൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഷെയർ സ്ക്രീൻ പറഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ മൊത്തമായിട്ട് അവർക്ക് ഷെയർ ചെയ്യും. ഇതുവഴി ടീച്ചേഴ്സും അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ അത് PDF ആക്കിയിട്ട് പേജുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ഓപ്ഷൻസ്, അതായത് പണ്ട് പാർട്ടിസിപ്പൻറ്റ് ലിസ്റ്റ് നിങ്ങൾ തുറന്നാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. ഇതിൽ പാർട്ടിസിപ്പൻറ്റ് ലിസ്റ്റ് കാണാനില്ല. അപ്പോൾ പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പാർട്ടിസിപ്പൻറ്റ് ലിസ്റ്റ് ഇതാണ്. ഈ ഒരു ആരോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പൻറ്റ് ലിസ്റ്റ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആരോയിലായിട്ട് പ്രസ് ചെയ്യാണ്.
ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീപ്പിൾ എന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അവിടെ എൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ മീറ്റിങ്ങിൻ്റെ ഇൻഫർമേഷൻ ലഭിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ലിങ്ക് കോപ്പി ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കഴിഞ്ഞു കോപ്പി ജോയിനിങ് ഇൻഫോ, അവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോളിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു മീറ്റിങ്ങിനെ പറ്റിയിട്ട് എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഈ ഒരു ആരോ മാർക്ക് വഴി ലഭിക്കുന്നതാണ്. ഈ ഒരു ആരോ മാർക്കാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ആരോ മാർക്കാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നു. ഇതിൽ ആകെ 3 ഓപ്ഷൻസ് തന്നെ, പണ്ടത്തെ പോലെ തന്നെ 3 ഓപ്ഷൻസ് ആയിരിക്കും ലഭിക്കുക. നമുക്ക് മെയിൻ ആയിട്ട് 3 ഓപ്ഷൻസ് ആയിരിക്കും. ഇത് ലീവ് ഓപ്ഷൻ ആണ്, അതുപോലെ തന്നെ ഇത് നമ്മുടെ വീഡിയോ ബാർ ആണ്, പിന്നെ ഇത് വീഡിയോ ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ആണ്, പിന്നെ ഇത് നമുക്ക് ലിങ്ക് ഒന്നും കൂടി മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ഡേറ്റഡ് വേർഷൻ ലഭിക്കുക, അത് നിങ്ങളുടെ ഗൂഗിൾ മീറ്റ് അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ഗൂഗിൾ മീറ്റിൽ കുറേ അഡ്വാൻസ്ഡ് ഒക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.